നമ്മുടെ ഈ മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം സത്യസാക്ഷികളാവുക എന്ന വളരെ കാലിക പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മഹാസമ്മേളനം നടത്തുന്നത്. സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സമ്മേളനം നടത്താനും സമ്മേളിക്കാനും ഇങ്ങനെയുള്ള പ്രചാരണങ്ങളും നടത്തേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന ജനലക്ഷങ്ങൾ ഫെബ്രുവരി 23-ാം തീയതി നേരം പുലരാൻ കാത്തിരിക്കുകയാണ്. സമസ്ത എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം സമസ്തക്ക് നേതൃത്വം നൽകുന്ന മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ മഹാരഥന്മാരായ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. കേരളത്തിലെ സന്ദേശയാത്ര എന്നാണ്, സമ്മേളന പ്രചരണ യാത്ര എന്നല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം സത്യസാക്ഷികളാവുക എന്ന മനോഹരമായ പ്രമേയം, അത് കേരളീയ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ഈ യാത്രയിലൂടെ നമ്മുടെ ഉലമാക്കൾ നിർവഹിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു സംഘടനയുടെ സമ്മേളനമല്ല. മഹാന്മാരായ ഉസ്താദുമാര് മഹാന്മേസയുടെ മവറായും ചേർന്ന് ധ്യാനിച്ചത് തന്നെ സമസ്തയുടെ സമ്മേളനത്തിൽ ജനലക്ഷങ്ങൾ കേരളത്തിലെ മുസ്ലിം സമുദായം ഒരുമിച്ച് കൂടുമ്പോ എങ്കിലും പുറപ്പെട്ട് നേട്ടം ആ സമ്മേളനം കൊണ്ടുണ്ടാവണം. ജനലക്ഷങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാവാൻ അവിടെ ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തണമെന്നല്ല സമസ്ത ആലോചിച്ചത്. ആരിഫ്യങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന 10,000-കണക്കിന് പണ്ഡിതന്മാർ സമ്മേളിക്കുന്ന, ലക്ഷക്കണക്കിന് സമസ്തയുടെ പ്രവർത്തകർ പങ്കെടുക്കുന്ന സദസ്സിൽ കേരളത്തിലെ പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, തലമുറകളിലെ നേതൃത്വ പരലോകണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നേട്ടമുണ്ടാകുന്നതിന് വേണ്ടി അവിടെ ദുആ നടക്കണം, അവിടെ കൂട്ടപ്രാർത്ഥന നടക്കണം. അതിൽ ആമീൻ പറയാനും അതിന്റെ ഏറ്റവും വലിയ പുണ്യം കരസ്ഥമാക്കാനും മുസ്ലിം സമുദായത്തിന് തൗഫീഖ് ഉണ്ടാവണം. നമ്മുടെ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അതാവണം എന്നാണ് ഉലമാക്കൾ ചർച്ച ചെയ്തത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സമസ്തയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു അമലാണ്, ഒരു പുണ്യകർമ്മമാണ്. ആ സൽക്കർമ്മത്തിൽ അവിടെ ഒന്ന് പങ്കാളിയായാൽ, ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ അവിടെ ഒന്ന് ചെന്ന് ഉസ്താദുമാരുടെ ദുആക്കൊന്ന് ആമീൻ പറഞ്ഞാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കും. സമ്മേളനം വിജയിക്കാനല്ല, ഈ ജാഥ കാണുമ്പോൾ, ഈ ജാഥയിലെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും കാണുമ്പോൾ നമ്മുടെ ഉസ്താദുമാർ ആശങ്കപ്പെടുകയാണ്. കാരണം ഓരോ പോയിന്റുകളും മഹാസമ്മേളനങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പൊ സമസ്തയുടെ സമ്മേളനം മഹാഭാവമായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ. ഇപ്പോൾ മുസ്ലിം സമുദായത്തെ ഛിന്ന ഭിന്നമാക്കാനും മുസ്ലിം സമുദായത്തിന്റെ ഈമാനും ഇസ്ലാമും വിഭജിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുശക്തികളുണ്ടല്ലോ, അവരൊക്കെ വരളി പിടിച്ചുകൊണ്ടാണ് ഈ സന്ദേശ ജാഥയെ നോക്കിക്കാണുന്നത്. തിരുവനന്തപുരം മുതൽ, കുളച്ചൽ മുതൽ, കന്യാകുമാരി മുതൽ ഓരോ പോയിന്റുകളിലും ഞങ്ങൾ പ്രായവരങ്ങൾ, വളരെ ചുറുക്കുള്ള ചെറുപ്പക്കാര്, യുവാക്കൾ, അത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ബിദ്അത്തുകാർക്ക് പണ്ഡിതർക്ക് കുതിര കയറുകയും അള്ളാഹു ആക്ഷേപിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടായത്തെ ചേരിതിരിവോടുകൂടെ വിഭജിപ്പിക്കാനും അതിന് മുന്നിൽ നിൽക്കുന്ന ബിദ്അത്തുകാർ മനസ്സിലാക്കണം, വിഘടിതരും വ്യാജന്മാരും മുസ്ലിം സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരും മുസ്ലിം ചെറുപ്പക്കാരുടെ രക്തത്തിളപ്പ് ചൂഷണം ചെയ്ത് രാജ്യത്ത് വർഗീയതയും തീവ്രവാദവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ സംഘടനകളും ഒക്കെ മനസ്സിലാക്കണം. കേരളത്തിലെ മുസ്ലിം യുവതയെ, കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ, അറിവും വിദ്യാഭ്യാസവും മതബോധവുമുള്ള തറവാടിത്തമുള്ള മുസ്ലിം ചെറുപ്പക്കാരെ, കുട്ടികളെ നിങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് ഒരിക്കലും വിലക്കെടുക്കാനാവില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാര് വന്യവയോധികരായ ഉസ്താദുമാരെ നെഞ്ചേറ്റാനും ഏറ്റെടുക്കാനും കാണിക്കുന്ന ആവേശം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
ഒന്ന് പറയുന്നു, കേരളം അനുഗ്രഹീതമായ നാടാണ്. സത്യസാക്ഷികളാവുക എന്ന പ്രമേയം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ച പ്രമേയമാണ്. 1,40,000 സഹബിന് 23 തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഹജ്ജത്തുൽ വദാഇൽ രാജാതിരാജനായ റബ്ബിനെ സാക്ഷി നിർത്തി അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. രാജാതിരാജനായ റബ്ബിനെ സാക്ഷിയാക്കി മുത്തുനബി പ്രഖ്യാപിച്ചു, 1,40,000 വരുന്ന സഹാബിമാരെ, നിങ്ങൾ ശുഹദാക്കളാണ്, നിങ്ങൾ സത്യസാക്ഷികളാണ്. ഈ സത്യസരണിക്ക്, ഈ സൽപാന്താവിന് പരിശുദ്ധമായ ദീനിന്റെ വിശ്വാസ കർമ്മത്തിന്റെ കൈത്തിരി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, സത്യസാക്ഷിക സഹാരെ ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രവാചകത്വമെന്നത്. കുതിര എങ്ങോട്ടാണോ മുന്നിട്ട് നിൽക്കുന്നത് അങ്ങോട്ട് വാഹനമോടിച്ച് കുടുംബത്തോട്, മക്കളോട്, നാടിനോട്, വീടിനോട്, മക്കയോട്, മദീനയോട് യാത്ര പറഞ്ഞ് അതിനേക്കാൾ നെഞ്ചകം പൊട്ടി വേദനിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര പറഞ്ഞ സഹാബത്ത് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും സംഘവും ഹബീബ് ഇബ്നു മാലിക്കും മഹാന്മാരായ സഹാബിമാര് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പായക്കപ്പലിൽ കാലെടുത്ത് വെക്കുമ്പോ അവരുടെ മനസ്സിലെ ദൗത്യം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്? ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടും മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ഇബാദത്തിൽ ചടഞ്ഞുകൂടിയാൽ. അവിടെ ഖുർആൻ ഓതി നിസ്കരിച്ച് മക്കത്തെ പള്ളിയിൽ കഴിഞ്ഞുകൂടിയാൽ എത്ര കൂലി കിട്ടും, പ്രതിഫലം കിട്ടും? മദീനത്ത് 1000 ഇരട്ടി പ്രതിഫലം. അതിനേക്കാൾ അള്ളാന്റെ റസൂലിന്റെ കൂടെ 5 വഖത്ത് നിസ്കരിക്കുകയും റസൂലുള്ളാഹിനെ എപ്പോഴും കാണുകയും ഉപദേശം കേൾക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹാബത്ത് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തോടും നാടിനോടും യാത്ര പറഞ്ഞ് അള്ളാന്റെ റസൂലിനെ പിരിയാൻ വിങ്ങിപ്പൊട്ടി നിൽക്കുമ്പോഴാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, മുആദേ, നീ യമനിലേക്ക് പോകണം. ഇതൊക്കെ ഒഴിവായാലും നിനക്ക് നിന്റെ ദഅവത്ത് മുഖേന ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ, നീ മുഖേന ഒരാൾക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയാൽ അതാണ് ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ദുനിയാവും ദുനിയാവിലെ സകല സ്വത്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഖൈറ്. അൽഹംദുലില്ലാഹ്, കേരളത്തിലേക്ക് 100-ലധികം സഹാബിമാര് ദഅവത്തിന് വന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ബദരീങ്ങളിൽപ്പെട്ടവർ വരെ, റാഫിഅ റളിയല്ലാഹു അൻഹു, റിഫാഅ റളിയല്ലാഹു അൻഹു, ഒരഭിപ്രായത്തിൽ ഖതാദ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് വരികയും ഈ പുണ്യമായ കേരളത്തിന്റെ തീരങ്ങളിൽ, കേരളത്തിന്റെ മണ്ണിൽ ആ മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു കിടക്കുന്നു കാസർകോട്ടെ തളങ്കര പള്ളിയിൽ. കണ്ണൂരിന്റെ മണ്ണ്, കണ്ണൂർ ജില്ല ഭാഗ്യം ചെയ്ത മണ്ണാണ്. ഇവിടെ നിലാമുറ്റത്ത് മഹാന്മാരായ സഹാബത്തും താബീഈങ്ങളിൽപ്പെട്ടവരും ഒക്കെ ഉണ്ട് എന്നല്ല പ്രാമാണികമായ അഭിപ്രായം. അവരിൽ നിന്നാണ് ഇസ്ലാമിന്റെ വെളിച്ചം കേരളീയ സമൂഹത്തിന് ലഭിച്ചത്. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടെ 10-ലധികം പള്ളികൾ ഉണ്ടായിട്ടുണ്ട്. ആ പള്ളികളിലെ ഇബാദത്തുകൾ, ജുമുഅയും ജമാഅത്തും ഒക്കെ ഇവിടെ വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. സഹാബിമാർക്ക് ശേഷം താബിഊകളും താബിഊകളും അവരുടെ പിന്മുറക്കാരായ മഹാന്മാര്, ഇമാമമാര്, 500 കൊല്ലം മഹാന്മാരായ മഖ്ദൂമുമാര്, അവരുടെ കാലവും കഴിഞ്ഞ് ആ ഒരു പരമ്പരയാണ്, ആ ഒരു പൈതൃകമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ശൈഖുന PKP ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീഴ്ഘടകമായ വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയാണ്. 9105 മദ്രസകൾ, 9105 മദ്രസകൾ. ലോകത്ത് ഏതെങ്കിലും ഒരു സംഘടനക്ക് അത് അവകാശപ്പെടാൻ കഴിയുമോ? നമ്മൾ ചിന്തിക്കണം അതിന്റെ പ്രാധാന്യം. 84,846 അധ്യാപകർക്ക്, മുഅല്ലിമുകൾക്ക് MSR നൽകി അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് UP-യിലാണ്. നമ്മൾ ചിന്തിക്കണം, UP-യിൽ പണ്ഡിതന്മാരുടെ കുറവാണോ? ഉത്തർപ്രദേശിൽ പ്രഗത്ഭരായ മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. അവിടെ വളരെ ചരിത്രത്തിൽ നേരത്തെ അറിയപ്പെട്ട അറബിക് കോളേജുകൾ, സർവകലാശാലകളുണ്ട്.
ആകെ യുപിയിലെ മദ്രസാധ്യാപകരുടെ എണ്ണം നമ്മൾ പഠിക്കണം, കാര്യങ്ങൾ ചിന്തിക്കണം. യുപിയിലെ 5 കോടിയോളം മുസ്ലിം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള യുപിയിൽ ആകെ മദ്രസാധ്യാപകരുടെ എണ്ണം 4500, കേവലം 4500. കേരളത്തിലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ MSR എടുത്ത മുഅല്ലിമീങ്ങളുടെ എണ്ണമാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് 84,846 എന്ന് പറഞ്ഞാൽ യുപിയിലെ മദ്രസാധ്യാപകരെക്കാൾ പിന്നെയും 80,000 മുഅല്ലിമുകൾ കേരളത്തിൽ കൂടുതലുണ്ട്. കേരളീയ മുസ്ലിം ജനസംഖ്യയുടെ 60% എന്ന അനുപാതപ്രകാരം ഇവിടെ പണ്ഡിതന്മാരുണ്ട്. 60% എന്ന അനുപാതപ്രകാരം കേരളത്തിൽ പണ്ഡിതന്മാരുണ്ട്. കാരണം കേരളം സൗഭാഗ്യം ചെയ്ത മണ്ണാണ്. കേരളത്തിന്റെ പാരമ്പര്യം ഇൽമിന്റെ പാരമ്പര്യമാണ്. മഖ്ദൂമുമാർ 500 കൊല്ലം നമുക്ക് കാണിച്ചു തന്ന അറിവിന്റെ ഇൽമിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. ആ സൗഭാഗ്യമാണ് സമസ്ത ഏറ്റെടുത്തത്. പ്രാഥമികമായ മദ്രസകൾ, 100 കണക്കിന് അറബി കോളേജുകൾ, ഒരുപാട് പള്ളി ദർസുകൾ, ലക്ഷക്കണക്കിന് മുത്തഅല്ലിമുകളും പണ്ഡിതന്മാരും ഉൾപ്പെടുന്ന മനോഹരമായ ഈ സാഹചര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ, നമ്മുടെ മുൻഗാമികൾ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിയതാ. നിങ്ങൾ നോക്കണം, സമസ്ത ചെയ്യുന്നത് കേവലം മതപ്രവർത്തനം മാത്രമല്ല, മതപരമായ പ്രവർത്തനം, മതാധ്യാപനം മാത്രമല്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് വരെ സമസ്തയുടെ ആത്മീയ കേന്ദ്രമാണ്. സമസ്തയുടെ ആത്മീയ കേന്ദ്രമാണ് വരക്കൽ മഖാം. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്തക്ക് അസ്ഥിവാരമിട്ട അള്ളാഹുവിന്റെ ഔലിയാക്കളിലും അള്ളാഹുവിന്റെ മുത്തഖീങ്ങളിലും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിലും സൂഫിയാക്കളിലും തങ്ങന്മാരിലും ഏറ്റവും മുതിർന്ന നാനാജാതി മതസ്ഥർ അംഗീകരിക്കുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയും കിടക്കുന്ന വരക്കൽ മഖാം സമസ്തക്കാരുടെ ആത്മീയമായ കേന്ദ്രമാണ്. ആ വരക്കൽ മഖാമിനോട് ചേർന്ന് അവിടെ മല്ലിമുകളുണ്ട്, അവിടെ ദീനീ പ്രവർത്തനങ്ങളുണ്ട്. അതിനോട് ചേർന്ന് സമസ്ത തന്നെ നേരിട്ട് നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരെ അവിടെയുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് വരെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മതബോധം സമസ്ത കെട്ടുറപ്പോടുകൂടെ കാത്തു സംരക്ഷിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചാലും നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കില്ലേ, കേരളത്തിലെ 35 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ സമസ്തയുടെ പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് ഉള്ളവരാ. കേരളത്തിലെ 1ഉം 2ഉമല്ല, 35 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ സമസ്തയുടെ പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ്. ഈ സദസ്സിൽ സമസ്തയുടെ പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാര് എന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ കൈകളെ പൊങ്ങാൻ സാധ്യതയുള്ളൂ. സമസ്തയുടെ മദ്രസയിൽ പഠിച്ചവരാണ് എല്ലാവരും. മുജാഹിദുകാരനോട് ചോദിച്ചാൽ, മുജാഹിദ് മൗലവിമാരെ വിളിച്ച്, മൗലവി നിങ്ങൾക്കാരാണ് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ജമാഅത്തുകാരെ വിളിച്ച് നിനക്കാരാണ് നിസ്കാരം പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, തബ്ലീഗുകാരെ വിളിച്ച് ആരാണ് അലിഫും ബാ എന്ന് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ പറയേണ്ടി വരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന്. സമസ്തയുടെ മടിത്തട്ടിലാണ് കേരളീയ മുസ്ലിം ഉമ്മത്ത് വളർന്നത്. 9105 മദ്രസകൾ എന്ന് പറഞ്ഞാൽ അത് ചില്ലറയാണോ? 1, 2, 3 എന്ന് 9105 മദ്രസ. ആ വെറുതെ നമ്പർ ഒന്ന് എണ്ണി തീർക്കാൻ എത്ര സമയം വേണ്ടിവരും? ബഹുമാനപ്പെട്ട സമസ്ത മിക്കവാറും എന്റെ അറിവിൽ എവിടെയും വാടക കെട്ടിടത്തിൽ മദ്രസ പ്രവർത്തിക്കുന്നത് അറിവില്ല. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളോ ഗവൺമെന്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം 40% സ്കൂളുകൾ വാടക കെട്ടിടത്തിലാണ്. 40% സ്കൂളുകൾ വാടക കെട്ടിടത്തിലാണ്. എന്നാലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഞാൻ അതിനെ സൂക്ഷിച്ചുകൊണ്ട് ഒഴിച്ചു പറയുന്നു, 99% സമസ്തയുടെ മദ്രസകളും സ്വന്തം കെട്ടിടങ്ങളിലല്ലേ. എങ്ങനെ ഉണ്ടായി? കേരളത്തിലെ മുസ്ലിം സമുദായവും ബഹുസ്വര സമൂഹവും എല്ലാവരും പങ്കാളികളായി. എന്റെ നാട്ടിലെ പാലക്കാട് ജില്ലയിലെ എടപ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മദ്രസയുടെ സുവർണ ജൂബിലി 50ാം വാർഷികത്തിന് വേണ്ടി പോയപ്പോ സെക്രട്ടറി സ്വാഗതം പറയുമ്പോ പറഞ്ഞു, 50 കൊല്ലം മുമ്പ് ഈ മദ്രസ ഉണ്ടാക്കാൻ വഅദ് സംഘടിപ്പിച്ചു.
ഒരാൾ സ്ഥലം വാഗ്ദാനം ചെയ്ത് വഖഫ് ചെയ്ത് മദ്രസ ഉണ്ടാക്കാൻ, പിന്നെ മദ്രസ കെട്ടിടം നിർമ്മിക്കുന്നതിനു വേണ്ടി ഓരോരുത്തരും പണവും മുസ്ലിം സഹോദരിമാരെ കാതിലെ ചുറ്റും കഴുത്തിലെ മാലയും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വഖഫ് ചെയ്ത് ദാനം ചെയ്തു. ആ സമയത്ത് നാട്ടിലെ മധുസൂദനൻ എന്ന് പറയുന്ന ഹിന്ദു സഹോദരൻ പറഞ്ഞു, മദ്രസ കെട്ടിടത്തിന്റെ ഓട് മുഴുവനും എന്റെ വക സംഭാവന, ലക്ഷ്മിക്കുട്ടിയുടെ വക സിമന്റ്, വേലായുധന്റെ വക വയലിന്റെ സദസ്സിൽ ലേലം ചെയ്യാൻ തേങ്ങ, കോഴിമുട്ട. ആ സമയത്ത് ആ നാട്ടിലെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ വയലിന്റെ വേദിയിലേക്ക്, സ്റ്റേജിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇവരൊക്കെ പറയുന്നത് പോലെ എന്റെ കയ്യിൽ പണമില്ല, ആഭരണങ്ങളില്ല, സാധനങ്ങൾ പറയാൻ എനിക്കില്ല, ഞാൻ പാവമാണ്, ഒന്നുമില്ല, കൂലിപ്പണിക്കാരൻ, ഈ ഒറ്റത്തടി. പക്ഷെ എനിക്കും ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ്. ആ കൃഷ്ണൻകുട്ടി നല്ല മനസ്സോടുകൂടെ ആ പണ്ഡിതന്മാരുടെ മുന്നിൽ, ആ നാട്ടിലെ വയലിന്റെ വേദിക്ക് മുമ്പിൽ വന്ന് പറഞ്ഞത്, മദ്രസക്ക് വേണ്ടി പാതുകം കയറുമ്പോ, ഫൗണ്ടേഷൻ കയറുമ്പോ 3 ദിവസം എന്റെ വക കൂലിപ്പണി ഞാൻ സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞു. കൃഷ്ണൻകുട്ടിമാരുടെ വേർപ്പ് തുള്ളികളിൽ, ലക്ഷ്മിക്കുട്ടിമാരുടെ നാണയത്തൊട്ടുകളിൽ, വേലായുധന്മാർ ചെയ്ത സംഭാവനകളിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തും എല്ലാവരും ഒന്നിച്ച് ഉണ്ടാക്കിയെടുത്ത ആയിരക്കണക്കിന് മദ്രസ കെട്ടിടങ്ങൾ സമസ്ത ഇന്നേ വരെ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ല, അറബിപ്പണം വാഗ്ദാനം ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും സമസ്ത പറഞ്ഞ് നേരിട്ട് ഞങ്ങൾ കെട്ടിടമുണ്ടാക്കി തരാം, ഞങ്ങളുടെ സിലബസ് അംഗീകരിച്ചാൽ മതി എന്ന അവിടെ ഒരു ബാർഗെയിൻ ചെയ്യേണ്ട ഗതികേട് സമസ്തക്കുണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന PKP ഉസ്താദിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചേരുമ്പോ ഓരോ മാസവും 10ഉം 15ഉം 20ഉം അതിലധികവും ഒക്കെ പലപ്പോഴും മദ്രസകൾ അംഗീകരിക്കാൻ ഇതാ സമുദായം പറയുകയാണ്, ഞങ്ങൾ മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉസ്താദുമാരെ ഞങ്ങളെ നിങ്ങൾ അംഗീകരിക്കണം, ഞങ്ങളുടെ മക്കൾക്ക് ഇൽമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നു എന്ന് ഉസ്താദുമാരെ ഏൽപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മാസങ്ങൾക്കുള്ളിൽ സമസ്തയുടെ മദ്രസകളുടെ എണ്ണം 10,000 പൂർത്തിയാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു വെല്ലുവിളിയൊന്നുമല്ല, ആരും ബേജാറാകേണ്ടതില്ല. ഇത് മുസ്ലിം സമുദായം ഏറ്റെടുത്തതാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിലാകെയുള്ളത് 170 മദ്രസകളാണ് എന്ന് അവരുടെ പ്രബോധനം, നമ്മുടെ അഭിപ്രായമല്ല, ജമാഅത്തുകാരന്റെ പ്രബോധനമാണ് പറയുന്നത്. ആകെ എത്ര കുട്ടികളെയാണ് അവർ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് പറയാൻ അവർക്ക് തന്നെ നാണക്കേടുണ്ട്. 170 മദ്രസകളിൽ പറഞ്ഞ് അദ്ദേഹത്തെ തരിപ്പിൽ കയറ്റി ഉണ്ടാക്കിയ ഒരു പള്ളി, ആ പള്ളിയുടെ സൈഡിൽ ഷീറ്റ് മേഞ്ഞ ഒരു മദ്രസ, 12 കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസ. ഇങ്ങനെയുള്ള 170 മദ്രസകളാ ജമാഅത്തെ ഇസ്ലാമിക്കാരനുള്ളത്. എന്തേ? ജമാഅത്തെ ഇസ്ലാമിക്കാരൻ സ്വയം ഞങ്ങൾ സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവരെ ഇസ്ലാമികമായ നേതൃത്വം, ആത്മീയമായ നേതൃത്വം മുസ്ലിം ഉമ്മത്ത് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾ ജമാഅത്തുകാരെ കുറിച്ച് പഠിക്ക്, മുജാഹിദുകാരെ പഠിക്ക്. ഭൂരിപക്ഷം മുജാഹിദുകാരും ജമാഅത്തുകാരും കാന്തപുരക്കാരും വ്യാജന്മാരും വിഘടന്മാരും തബ്ലീഗുകാരും എല്ലാവരും അവരൊക്കെ ഇപ്പോഴും അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത് സമസ്തയുടെ മദ്രസകളിലാ. കാരണം അവരുടെ നാട്ടിൽ പോലും അവർക്ക് യാതൊരു സ്വാധീനവുമില്ല, അവരുടെ നാടുകളിൽ അവർക്ക് സ്വാധീനമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്തതാണ്, നെഞ്ചേറ്റിയതാണ്. നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ്, അതിന്റെ സൗഭാഗ്യവും അതിന്റെ വിശുദ്ധമായ തണലും നമുക്കൊക്കെ അനുഭവിക്കാൻ വലിയ സൗഭാഗ്യമുണ്ടായി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ ഉത്തമമായ ഒരു ദൗത്യമാണ് ഇവിടെ നിർവഹിക്കുന്നത്. പാകിസ്ഥാനിലെ ഉത്തരേന്ത്യയിലെ മദ്രസകൾ തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് സാമ്രാജ്യത്വ ശക്തികൾ പറഞ്ഞപ്പോ സാമ്രാജ്യത്വ ശക്തികളും അപ്രകാരം തന്നെ ഇന്ത്യയിലെ സംഘപരിവാറും പറഞ്ഞു, മദ്രസകൾ അടച്ചുപൂട്ടണം, മദ്രസകൾ തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ അല്ല, മദ്രസകളും മതസൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ കേന്ദ്രങ്ങളാണ്, മദ്രസകളെ അടച്ചുപൂട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല, ആ മദ്രസകളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് മറുപടി പറഞ്ഞത് കേരളത്തിലെ ഹിന്ദു സഹോദരി സഹോദരന്മാരാ. എന്തേ? അവര് പോലും പങ്കെടുത്തുകൊണ്ട് ആ മദ്രസകൾ ഉണ്ടാക്കിയത്. സമസ്ത 1ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് അദബുൻ എന്നുള്ള പാഠമാണ്. അച്ചടക്കം, മര്യാദ, അദബുൻ എന്നുള്ള പാഠം. ഇതിനെ ചില ആളുകൾ കളിയാക്കാറുണ്ട്. എന്തിനാണ് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അദബുൻ എന്ന് പഠിപ്പിക്കുന്നത്? 3 അക്ഷരം, 2 അക്ഷരമല്ലേ പഠിപ്പിക്കേണ്ടത്? ഞങ്ങളുടെ പുസ്തകത്തിൽ ആദ്യത്തെ പാഠം അബുൻ എന്നാണ്. ഒരു വിഭാഗം
ഏതാ വിഭാഗം? മുടിയിൽ കുടുങ്ങിയ മുടിയന്മാരുടെ വിഭാഗം. നമ്മുടെ സിലബസിനെ ആക്ഷേപിക്കാൻ വേണ്ടി ആദ്യം പറയുന്ന വർത്തമാനമാണ്, ഞങ്ങളുടെ പാഠകിതാബിൽ ആദ്യം പഠിപ്പിക്കുന്നത് അബുനെന്നാണ്. ചെറിയ കുട്ടികളല്ലേ, ചെറിയ രണ്ടക്ഷരല്ലേ പഠിപ്പിക്കേണ്ടത്? അങ്ങനെയല്ല കാന്തപുരക്കാര, നിങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത് വാപ്പാ ബാപ്പാ, വാപ്പാക്ക് വിളിച്ച് പഠിപ്പിക്കണം നിങ്ങൾ. അതാണ് നിങ്ങളുടെ പാരമ്പര്യം. ഞങ്ങൾ പഠിപ്പിക്കുന്നത് അദബ്. അൽ അദബു അഫ്ളലു മിനൽ ഇൽമി, ഇൽമിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് അദബ്. ഇൽമിന്റെ മുൻപിലുണ്ടാവേണ്ടത് അദബാണ്. അദബില്ലാത്ത ഇൽമിന് യാതൊരു പ്രയോജനവുമില്ല. അദബില്ലാത്ത ഇൽമ് ഇബ്ലീസിന്റെ ഇൽമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാര്, നമ്മുടെ നേതാക്കൾ ഇങ്ങോട്ട് കടന്നു വരികയാണ്. ഈ നാട്ടിലെ പാപ്പിനിശ്ശേരിയിലെ, കണ്ണൂർ ജില്ലയിലെ SKSSF-ന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും SYS-ന്റെയും ഒക്കെ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അതിന്റെ മുന്നോടിയായി നമ്മുടെ പ്രവർത്തകർ സമസ്തയുടെ പതാക ഏന്തിക്കൊണ്ടുള്ള ബൈക്ക് റാലിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദുമാരെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഇരുന്നോളി, വരുമ്പോ പറയാം, വരുമ്പോ തക്ബീറിൽ നമുക്ക് സ്വീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് അദബുൻ എന്നുള്ള ആദ്യത്തെ പാഠം. ആരോടാണ് അദബ് പാലിക്കേണ്ടത്? എല്ലാവരോടും, മാതാപിതാക്കളോട്, ഉസ്താദുമാരോട്, ഇതര മതസ്ഥരോട്, മുതിർന്നവരോട്, എല്ലാവരോടും അദബ് പാലിക്കാൻ അച്ചടക്കത്തിന്റെ മര്യാദയുടെ ബാലപാഠം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിം ഉമ്മത്തിനെ ഏറ്റവും വലിയ ശക്തമായ ദൗത്യം നിർവഹിക്കുന്നത്. എന്താണ് നമ്മുടെ രാജ്യത്തെ സാഹചര്യം? നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ സാഹചര്യം എന്താണ്? മാതാപിതാക്കളെ, സ്വന്തം മാതാപിതാക്കളെ ഹോട്ടലിലെ വീട്ടിലെ മുത്തച്ഛിയെ പട്ടിക്കൂട്ടിൽ അടച്ചത്. മാതാപിതാക്കളോട് മലയാളി മേലാളൻ എന്ന് പറയാറുണ്ട്. 100% എന്തിനാണ് മലയാളി നിനക്ക് സാക്ഷരത? എന്തിനാണ് നിനക്ക് വിദ്യാഭ്യാസം? ജസ്റ്റിസ് ശ്രീദേവി, മനുഷ്യാവകാശ പ്രവർത്തകയായ വനിതാ കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന ജസ്റ്റിസ് ശ്രീദേവി കേരളീയ സമൂഹത്തോട് പറഞ്ഞു, പ്രായമുള്ള മാതാപിതാക്കളെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വത്ത് ഒരിക്കലും മക്കൾക്ക് തീരെഴുതി കൊടുക്കരുത്. കാരണം ആയിരക്കണക്കിന് കേസുകളാണ് വനിതാ കമ്മീഷന്റെ മുന്നിലുള്ളത്. മക്കൾക്ക് എഴുതി കൊടുത്തു. പിന്നെ മക്കൾ അതിൽ അടിപിടി കൂടി. അവസാനം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മാതാപിതാക്കളും ആട്ടിപ്പുറത്താക്കപ്പെട്ട് വൃദ്ധസദനങ്ങളിൽ കഴിഞ്ഞ് സ്വന്തം മക്കൾക്കെതിരെ വനിതാ കമ്മീഷന്റെ മുന്നിലും മനുഷ്യാവകാശത്തിന്റെ പേരിലും കുടുംബ കോടതികളിലും മറ്റു കോടതികളിലും കയറിയിറങ്ങുന്ന ദുരന്തം, ആ കാഴ്ചപ്പാടിനെ കുറിച്ച് ശ്രീദേവിയാണ് പറഞ്ഞത്. ഇവിടെ മാതാപിതാക്കളോടുള്ള കടപ്പാട്, അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം മതമാണ് പഠിപ്പിക്കുന്നത്. മഹാപുണ്യവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ എത്ര ഗൗരവത്തോടുകൂടെയാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സമസ്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുനാഥന്മാരോട്, അത് മതം പഠിപ്പിച്ച ഉസ്താദുമാരോട് മാത്രമല്ല, അത് പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരോടും, അറിവ് പഠിപ്പിച്ച എല്ലാ അധ്യാപകരോടും. കലാലയങ്ങളെ കുറിച്ച് മലയാള മനോരമ പോലും എന്താ എഴുതിയത്? സ്വന്തം ഗുരുനാഥന്മാരെ ഓഫീസ് മുറിയിലിട്ട് പൂട്ടുന്ന, ഗരാവോ ചെയ്യുന്ന, തിരിഞ്ഞു നിൽക്കുന്ന അധ്യാപകന്റെ കുപ്പായത്തിലേക്ക് മഷി കൊടയുന്ന, പലയിടത്തും അധ്യാപകരുടെ സാരി ഒരിയാനും മുണ്ടൊരിയാനും ധിക്കാരം ചെയ്യാനും കാണിക്കുന്ന കലാലയ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എല്ലാവരോടും, അത് ഇതര മതസ്ഥരാണെങ്കിൽ പോലും, ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു 100 കണക്കിന് ശിഷ്യന്മാർക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തന്റെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ടപ്പോൾ എഴുന്നേറ്റതാണ്. മുസ്ലിമല്ല, ജൂതനായ ഒരാൾ, യഹൂദിയായ ഒരാളെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു. എന്തേ കാരണം? മഹാനവറുകൾ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ ഗുരുനാഥനാണ് അദ്ദേഹം. പാഠശാലയിൽ കുറെ കാലം പഠിപ്പിച്ച വാദ്യരല്ല, അങ്ങനെയുള്ള അധ്യാപകനല്ല. അറിയാത്ത ഒരു കാര്യം പഠിപ്പിച്ചു എന്ന കാരണത്താൽ എന്റെ ഗുരുവാണ്, എന്റെ അധ്യാപകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതര മതസ്ഥരായ ആളുകളെ പോലും ബഹുമാനിക്കാനാണ് നമ്മുടെ മതം പഠിപ്പിച്ചിട്ടുള്ളത്. അക്രിം ജാറക വലൗ കാഫിറ, അയൽക്കാരൻ ഏത് മതക്കാരനാണെങ്കിലും അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മുടെ ജാഥ ക്യാപ്റ്റൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയും അപ്രകാരം തന്നെ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനറുമായ ഈ മഹാപ്രയാണത്തിന്റെ സമസ്ത സന്ദേശ യാത്രയുടെ അജയ്യനായ അമരക്കാരൻ ജാഥ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട
ബാപ്പ മുസ്ലിയാർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു ദുശക്തിക്കും സാധ്യമല്ല എന്ന് ശക്തമായി വിളിച്ചറിയിച്ചുകൊണ്ട് മുടിയന്മാർക്കും വ്യാജന്മാർക്കും വിദഗ്ധക്കാർക്കും കോടികളെ കൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ പോക്കറ്റിലാക്കാമെന്ന് ശ്രമിക്കുന്ന സാമ്പത്തിക മോഹികൾക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് SKSSF-ന്റെ SYS-ന്റെ കേരളത്തിലെ മുസ്ലിം യുവാക്കളുടെ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനും നമ്മുടെ ഈ ജാഥയുടെ നായകനുമായ ബഹുമാനപ്പെട്ട ശൈഖുന MT അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ അംഗവും സമ്മേളനത്തിന്റെ ജനറൽ കൺവീനറുമായ ബഹുമാനപ്പെട്ട PP മുഹമ്മദ് ഫൈനി, സമസ്തയുടെ ഈ സന്ദേശ പ്രയാണത്തിന്റെ വൈസ് ക്യാപ്റ്റൻ മൗലവി ആലുവ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഹാജിയുടെ അഭിമാനവും സുന്നിയന സംഘത്തിന്റെ ട്രഷററുമായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി ഉൾപ്പെടെ നമ്മുടെ അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ നിറഞ്ഞ ഈ മനോഹരമായ പ്രൗഢമായ വേദി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിലെ മഹയാന്റെ ഈ സന്ദേശ യാത്രയുടെ വളരെ ആശീർവാദത്തോടുകൂടി വഴിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഈ ജാഥയെ അനുഗമിച്ച ബൈക്കിൽ വന്ന പ്രവർത്തകന്മാർ ജാഥയിൽ വന്ന ബൈക്കിലെ പ്രവർത്തകന്മാര് പ്രാതൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി യത്തീംഖാനയുടെ ക്യാന്റീനിലേക്ക് നീങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ ജാഥയെ അനുഗമിച്ച ഡ്രൈവർമാരും ഓപ്പറേറ്റർമാരും അങ്ങോട്ടേക്ക് നീങ്ങേണ്ടതാണ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ പ്രസംഗിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യരായ ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. സദഖല്ലാഹു മൗലാനൽ അദീം. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം എല്ലാവരും ഈ മഹാസമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ 85ാം വാർഷിക മഹാസമ്മേളനം അടുത്ത മാസം ഈ മാസം തന്നെ 1-ാം തീയതി അല്ലേ? ഫെബ്രുവരി ഈ മാസം 23, 24, 25, 26 തീയതികളിൽ നടക്കാൻ പോവുകയാണ്. ഈ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്തയുടെ സന്ദേശം ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സമസ്തയുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തമിഴ്നാട് മുതൽ കർണാടകം വരെ കേരളത്തിന്റെ
എല്ലാ ഭാഗങ്ങളിലും ചുറ്റിക്കൊണ്ട് യാത്ര നടത്തുകയാണ്. ആ യാത്രയാണ് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സത്യസാക്ഷികളാവുക എന്ന പ്രമേയവുമായി കൊണ്ടാണ് സമസ്തയുടെ നേതാക്കൾ ജനങ്ങളെ സമീപിച്ചിരിക്കുന്നത്. സത്യസാക്ഷികളാവുക എന്ന് പറയുമ്പോൾ എന്താണ് സത്യം എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആർക്കും സത്യസാക്ഷികളാവാൻ കഴിയുകയുള്ളൂ. എന്താണ് സത്യം? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് സത്യം പരിശുദ്ധ ഇസ്ലാമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന പരിശോധിച്ചാൽ, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ ഒന്നാമതായി പറയുന്നത് ഈ സംഘടനയുടെ ലക്ഷ്യം പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കുക, പ്രബോധനം ചെയ്യുക. പക്ഷേ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കുന്നവർ പലരും ഉണ്ടാവും. സമസ്തയുടെ ഭരണഘടനയിൽ പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കുന്നത് പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ചുകൊണ്ടായിരിക്കണമെന്നതാണ്. ജമാഅത്ത് എന്ന് പറഞ്ഞത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വാസപരമായി അശ്ശരി എന്നീ 4 മദ്ഹബുകൾ അംഗീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അങ്ങനെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ യഥാർത്ഥമായ നിലപാടിനനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ അത് നിലനിർത്തുക, അതിന്റെ എതിരിലുള്ള ഏത് പ്രസ്ഥാനങ്ങളായിരുന്നാലും അതിനെ പ്രതിരോധിക്കുക, അതിന്റെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിന്റെ അബദ്ധങ്ങൾ ജനങ്ങൾക്ക് തിരുത്തി കൊടുക്കുക. ആ നിലയിൽ അതും വളരെ സമാധാനപരമായ മാർഗത്തിലൂടെ പരിശുദ്ധ ഇസ്ലാം ശരീഅത്തിന്റെ നിയമങ്ങൾക്കും ഇവിടുത്തെ ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കും ഒക്കെ അതെല്ലാം പരിഗണിച്ചുകൊണ്ട്, ഗവൺമെന്റിന്റെ നിയമം ഈ രാജ്യത്തിന്റെ നിയമം പരിഗണിച്ചുകൊണ്ട് ശരീഅത്തിനനുസരിച്ചുകൊണ്ട് ദീനീ പ്രവർത്തനങ്ങൾ നടത്തുക സമാധാനപരമായ മാർഗത്തിലൂടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഭരണഘടന പരിശോധിച്ചാൽ, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽഅസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സകല മനുഷ്യരും നഷ്ടത്തിലാ, ഇല്ലല്ലദീന ആമനു, കാലത്തെ തന്നെയാണ് സത്യം, കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഒന്ന് വിശ്വാസം, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും, 2 സൽക്കർമ്മം പ്രവർത്തിക്കുകയും, 3 വതവാസൗ ബിൽ ഹഖ് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും, 4 വതവാസൗ ബിസ് സബ്ർ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു. 4 കാര്യത്തിന്റെ മാർഗമായിക്കൊണ്ട് 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ 4 കാര്യങ്ങളും തന്നെയാണ് സമസ്തയുടെ ഭരണഘടനയിൽ പറഞ്ഞത്. രണ്ടും കൂട്ടി എത്രത്തരം വിജയത്തിന്റെ ഈ സമൂഹത്തെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഇവിടുത്തെ പണ്ഡിത സഭയാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശമാകുന്ന നന്മ കൊണ്ട് ഉപദേശിക്കുക, തിന്മയെ നിരുത്സാഹപ്പെടുത്തുക തുടങ്ങിയുള്ള
ഫർള് കിഫായ എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ നിലനിർത്തുക എന്നത് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുക നിർബന്ധമായ ബാധ്യതയാണ്. സമസ്തയായ ഈ പണ്ഡിതന്മാരെ ശക്തമായ ബാധ്യതയാണ്. അതും എന്നവർ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സംഘടനയുടെ പിന്നിൽ സഹായിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇവിടെ നിലനിന്നത് ബഹുമാനപ്പെട്ട ഉലമാവിന്റെ പക്വമായ നേതൃത്വവും ഇവിടുത്തെ സമുദായ നേതാക്കന്മാരുടെ ഉമറാക്കളുടെ ശക്തിയായ പിന്തുണയും ബഹുമാനപ്പെട്ട പൊതുജനങ്ങളുടെ ഈ കൊണ്ടാണ് ഈ സംഘടനയുടെ നിലനിന്നത്. ഇനിയും അങ്ങനെ നിലനിൽക്കേണ്ടതുണ്ട്. ഈ ശുദ്ധമായ കെട്ട്, ഈ ശുദ്ധമായ കൂട്ടായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ബിസ്മില്ലാഹിർ എന്ന നാമത്തിൽ ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും മാർഗനിർദ്ദേശം ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ ചെയർമാൻ. അസ്സലാമു അലൈക്കും. സഞ്ചരിക്കുന്ന ഈ ആയിരക്കണക്കിന് ഈ പ്രഭാഷണത്തിന് ശേഷം കണ്ണപ്പുറം പയ്യന്നൂരിലും കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയിൽ പരിപാടി കഴിഞ്ഞ് നാളെ മംഗലാപുരത്ത് സമാപിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഒരു ആവില്ല. കേരളത്തിലെ മദ്രസ പ്രസ്ഥാനം 10,000 പിടിച്ചു പറ്റിയ മദ്രസ പ്രസ്ഥാനം വളരെ ഗവൺമെന്റ് സഹായമില്ലാതെ ഇത്ര സമർത്ഥമായി, ഇത്ര ധന്യമായി, ഇത്ര നല്ല നിലയിൽ നടത്തുന്ന ഒരു സ്ഥാപനം ലോകത്ത് തന്നെ ഇല്ല. ഏവർക്കും സമസ്ത ചെയ്യുന്നത് എന്താണ്? ഒരു സമൂഹത്തെ മുഴുവനും സമാധാനവും അത് മതസ്വാഭിലതമായ ജീവിതവും പടുത്തുയർത്തുക എന്നത് 1ാം ക്ലാസ്സിലെത്തിയത് മുതൽ അവന്റെ ജീവിതാന്ത്യം വരെയുള്ള അവന്റെ നേതൃത്വം നൽകിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുവന്യരായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തെ ശരിക്കും പറഞ്ഞാൽ പിടിച്ച് കുലുക്കത്തക്ക രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും അതിഗംഭീരമായ സ്വീകരണ പ്രസ്ഥാനത്തിന്റെ വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് നേതൃത്വം നൽകിയ മഹാന്മാർ കണ്ണിയത്ത് ബാബു മുസ്ലിം ആശീർവാദമേറ്റുവാങ്ങിയ ഈ പ്രസ്ഥാനം ഇനിയും അതിന്റെ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ സത്യപ്രസ്ഥാനം മുന്നോട്ടു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജാഥാംഗങ്ങൾക്കും അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രസ്ഥാന രംഗത്തെ നിറസാന്നിധ്യമായ ഒഡാപെക്കിന്റെ ചെയർമാൻ BP വമ്പൻ സാഹിബ് ഈ ചടങ്ങിന് ആശംസ നേരുന്നു. അസ്സലാമു അലൈക്കും. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങളും സൂഫി വര്യനായ പാണക്കാട് പൂക്കോയത്തങ്ങളും നേതൃത്വം കൊടുത്ത
നമ്മുടെ എല്ലാം കരലിന്റെ കരലായ കണ്ണീത്ത് ഉസ്താദും ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാറും മറ്റ് മഹാരഥന്മാർ നേതൃത്വം കൊടുത്ത ഈ പ്രസ്ഥാനം മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വലി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ മഹാന്റെ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ കൊണ്ട് സമ്പുഷ്ടമായ പ്രസ്ഥാനം. പ്രിയപ്പെട്ട നേതാക്കളെ, എല്ലാ മായം ചേർക്കലും പരാജയപ്പെടും, നിങ്ങൾ വിജയിക്കും. ഇത് കുറ്റിയടിച്ചത് ലോകപ്രശസ്തരായ ലോകത്തിന് മാതൃകയായ മഹാന്മാരായ ആളുകളാണ്. ഈ കുറ്റി തകർക്കാൻ കഴിയില്ല, ഈ ബിൽഡിംഗ് തകർക്കാൻ കഴിയില്ല. ഈ സമ്മേളനത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം ചെയ്യേണ്ടവർ സ്റ്റേജിന്റെ വലതുവശത്ത് എത്തിച്ചേരേണ്ടതാണ്. ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സുന്നി യുവന സംഘത്തിന്റെ സംസ്ഥാന ട്രഷറർ ബഹുമാനായ അബ്ദുറഹിമാൻ കല്ലായി സാഹിബ് പ്രസംഗിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مصطفى مولانا محمد. ബഹുമാനപ്പെട്ട അധ്യക്ഷനവരുകളെ, സ്റ്റേജിലുള്ള മഹാരഥന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സാദാത്തുക്കളെ, നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ 80ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ സന്ദേശം വഹിച്ചുകൊണ്ടുള്ള സന്ദേശയാത്രയാണ് ബഹുമാനായ സംസ്ഥയുടെ സെക്രട്ടറി കോട്ടുമല ബാപ്പുസ്താദിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ജാഥയിലെ ഒരംഗം എന്ന നിലക്ക് എന്റെ ജില്ല കൂടി ആയതുകൊണ്ട് ഒരു 2 വാക്ക് സംസാരിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജാഥയുടെ സന്ദേശം സംബന്ധിച്ച് ഇവിടെ ദീർഘമായ പ്രസംഗം നടന്നിട്ടുണ്ട്. ഇനിയും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് അടക്കം നിങ്ങളെ ഭീരിച്ച് പ്രസംഗിക്കാനുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയ ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. നമ്മളുണ്ടല്ല. ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ 85 വർഷം മുമ്പ് കാലഘട്ടത്തിൽ ഔലിയാക്കന്മാരും കൂടി ആലോചിച്ച് സ്ഥാനമാണ്. താല്പര്യമോ ആ മീറ്റിംഗിൽ അന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ ആലോചിച്ചത് 1400 വർഷം മുമ്പ് മഹാന്മാരായ പരിശുദ്ധ സഹാബത്തിൽ നിന്ന് ദീൻ ഏറ്റുവാങ്ങിയ കേരളീയ മുസ്ലിം സമൂഹത്തിന് പരമ്പരാഗതമായി ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ആ ദീൻ കൈമാറി 1400 വർഷം ഒരിടങ്ങേറില്ല, വളരെ ശാന്തമായി സുന്ദരമായി മുമ്പോട്ട് പോയി. വളരെ സൂക്ഷ്മദർശികളായ പണ്ഡിതന്മാരാണ് നമുക്ക് ഈ സന്ദേശം കൈമാറി കൊണ്ടുവന്നത്. മഹാന്മാരായ ചില ആലിമ്യങ്ങളുടെ ചരിത്രം വിലയിരുത്തിയപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അന്നത്തെ മഹാന്മാരായ സലഫു സാലിഹ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും. ഒരു അന്യന്റെ സ്ഥലത്ത് കൂടി സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പാദരക്ഷ അഴിച്ചിട്ട് പൊടി മുട്ടിയിട്ട് വീണ്ടും യാത്ര ആരംഭിക്കുന്ന മഹാന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു അന്യന്റെ പറമ്പിലുള്ള തരിമണ്ണുകൾ എന്റെ ചെരുപ്പിൽ കുടുങ്ങിയിട്ട് മറ്റൊരുത്തന്റെ പറമ്പിലേക്ക് പോയാൽ ഞാൻ കുറ്റക്കാരനായി പോകും എന്ന് പേടിക്കുന്ന അത്ര വലിയ മഹാന്മാർ. സ്വന്തം മക്കൾക്ക്, ജനിച്ച ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ട് ഉളു ഇല്ലാത്ത സമയത്ത് മുഹമ്മദേ എന്ന് വിളിക്കാൻ ഉളു ഇല്ലാത്ത സമയത്ത് അലൈഹി വസല്ലമയുടെ പേര് ഉളു ഇല്ലാതെ പറയാൻ ഭയപ്പെട്ടു. അവർ 20 റക്അത്ത് തറാവിച്ചത്. അവരെമാരും പെൺമക്കൾ ഉണ്ടായിരുന്നു, അവരൊന്നും പള്ളി കൂട്ടി കൊണ്ടുപോയിട്ട് അവര് മൗലൂദ് ചൊല്ലിയിട്ടുണ്ട്, റാത്തീബ് ചൊല്ലിയിട്ടുണ്ട്,
അത് എല്ലാം ചെയ്തിട്ടു. പക്ഷേ ജുമാ ഖുത്ബ അറബി ഭാഷയിലാണ് നിർവഹിച്ചത്. ആ മഹാന്മാരെ നമുക്ക് കൈമാറി തന്ന ആ സന്ദേശം സൗദി അറേബ്യ ചെന്നപ്പോ മഹാനായ നമ്മുടെ സൗദി അറേബ്യയിലെ പീഷന്റെ പേരിലും പോലെ CH മുഹമ്മദ് കോയന്റെ പേരിലും EK നായനാരുടെ പേരിലും റോഡും പാലവും ഉണ്ടാക്കുന്ന നാടല്ല. അവിടെ ഒന്നുകിൽ പരിശുദ്ധ സഹാബാക്കളുടെ പേര് റോഡുണ്ടാകും, അല്ലെങ്കിൽ രാജ്യം ഭരിച്ച കിങ് ഫഹദ്, കിങ് അബ്ദുൽ അസീസ് തുടങ്ങിയ ആളുകളുടെ പേര് റോഡുണ്ടാകും. അവിടെയാണ് ഈ കേരളീയനായ ഒരു മഹാപ്രതിഭയുടെ പേര് റോഡുള്ളത്. മക്കയിൽ നിന്ന് ഹറം ശരീഫ് റോഡ് വന്നത് മദീന മുനവ്വറിൽ ഉണ്ടല്ലോ. ഈ വേലിൽ അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. താക്കോലിന്റെ സഹായം ഇല്ലാതെ റൗള ഷെരീഫ് തുറക്കാൻ ഒരു ബൈത്ത് ചൊല്ലിയിട്ട് സാധ്യമാക്കിയ ഉമർ ഖാദി തങ്ങളെ പറ്റി സൗദി അറേബ്യ തന്നെ അങ്ങേയറ്റം ആദരവോടെ കാണുന്നു. അങ്ങനെയാണ് റോഡുണ്ടാക്കിയത്. ആ ഉമർ ഖാദി തങ്ങൾ നമുക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അവരെ ഉസ്താദ് ഉണ്ടായിരുന്നു. അവരുടെ ഉസ്താദിന്റെ മമ്പുറം തങ്ങൾ ആ ഉസ്താദിന്റെ ഉസ്താദ് അവറ്റാണ്. അവരെല്ലാം നമുക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അവരൊക്കെ ഏത് ദീനാണോ നമുക്ക് തന്നത് അതിന്റെ ഇടയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കാൻ ഒരു കൂട്ടർ വന്നു. 21 ഐക്യ കേരള സംഘം എന്ന പേര് പരിപാടി അനയിക്കാണ്. നമ്മുടെ കാന്തപുരത്തിന്റെ സുന്നിമാതിരിയാണ്. ഐക്യ കേരളം എന്ന് പേര്, പരിപാടിയോ അനയിക്കും. അനൈക്യത്തിന്റെ വിത്ത് പാകിയിട്ടാ വന്നത് മുസീബത്ത് കൊണ്ട്. കാന്തപുരത്തിന്റെ സുന്നി അങ്ങനെയാണല്ലോ. സുന്നി എന്നാ പേര്, പക്ഷെ സംഗതി വേറെ കുഴപ്പമാണ്. കോടിയാണ്. അത് വേറെ ദുന്യാവിന്റെ സമസ്ത, അത് പോട്ടെ. ഇത് ആഖിറത്തിന്റെ സമസ്തയുടെ വർത്താനം. നമ്മൾ ആഖിറത്തിന്റെ സമസ്ത, പരലോകത്തെ വിജയം ഉണ്ടാവണം. അതിനുവേണ്ടി ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാൾ അടുത്ത കാലം വരെ നമ്മുടെ കൂടെ. ഇത് സ്ഥാപകൻ 85 വർഷം മുമ്പ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വിളിച്ചു കൂട്ടിയ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരു ചെറിയ മൊയ്ലാരുണ്ടായിരുന്നു. അന്ന് 10-25 വയസ്സ് പ്രായമുള്ള ഒരു മൊയ്ലാരി. ആ മൊയ്ലാർ ആരാണ്? റഈസുൽ മുഹഖ്ഖീൻ ഉസ്താദുൽ അസാതീദ് കണ്ടിയത്ത് അഹ്മദ് മുസ്ലിയാ ഖദ്ദസല്ലാഹു സർഹുൽ അദീദ് തങ്ങൾ പറഞ്ഞു. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ മഹാന്റെ കൂടെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായിരുന്നു ജീവിതം? സാധാരണ മനുഷ്യന്മാരെ പറ്റി, ഏറ്റവും ശുദ്ധന്മാരെ പറ്റി പറയുന്ന ഒരു വർത്താനമുണ്ട് മലയാളത്തിൽ. പളുങ്ക് പോലെ പരിശുദ്ധൻ എന്ന് പറയും. പറഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ പ്രതിഷേധിക്കും. എന്നെ പോലെയല്ല കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയും. കണ്ണിയത്ത് ഉസ്താദ് എന്നേക്കാൾ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ ജീവിച്ച് വളർന്ന ആളുകൾ പറയാറുണ്ട്. ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്തിട്ടിച്ചാലേ അതിന്റെ ഗൗരവം മനസ്സിലാകും. സംഗതി പറയാൻ വളരെ എളുപ്പമാണ്. ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്യാത്ത മഹാനാണ് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഇത് പണ്ട് എപ്പിയും പറയാറുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്യാത്ത മഹാനാണെന്നൊക്കെ. നമ്മുടെ കൂടെയുള്ള കാലത്ത് ഞാനും മൂപ്പര് കുറച്ച് കാലം ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. അന്ന് മൂപ്പര് ഷംസുലുമ്മന്റെ മധുവും കണ്ണിയത്ത് ഉസ്താദിന്റെ മധുവൊക്കെ പറയാറുണ്ട്. ഷംസുലുമ്മനെ പറ്റി അന്ന് മൂപ്പര് പറഞ്ഞൊരു വർത്താനുണ്ട്. പല്ലൂക്കാനൽ ബഹ്റു മിദാദൽ കലിമാത്തി റബ്ബി ലനഫദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജീനാ ബിസ്രിഹി മദദ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഈ പരിശുദ്ധ ഖുർആൻ ശംസുൽ ഉലമയെ പോലെ മനസ്സിലാക്കിയ മറ്റൊരു മഹാൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ആ ഒറ്റ കാരണത്താൽ ശംസുൽ ഉലമയെ അങ്ങേയറ്റം ബഹുമാനിക്കാൻ മുസ്ലിം ലോകം ബാധ്യസ്ഥരാൻ. ശംസുൽ ഉലമയെ അനാവശ്യമായി എനിക്ക് ഈ കൂട്ടരോട് ഇപ്പോ തന്നെ പറയാനുള്ളത്, പോക്ക് കണ്ട വളരെ മോശമാണ്. പ്രത്യേകിച്ചൊരു മറ്റേ ഇതെല്ലാം വന്നിട്ടുണ്ട്. അതാണ് പിന്നെ സ്വപ്ന വ്യാഖ്യാനം. അതൊക്കെ കേട്ടപ്പോ സംഗതി വളരെ പോക്കാണ്. നമ്മുടെ കോഴിയോട് സ്ഥാനം പറയാം കിണറ്റിലെ തവള എന്നാ. ഞങ്ങൾ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. മഹാനായ ഷെയ്ഖുനാ ശംസുൽ ഉലമയെ കൊണ്ടുവന്ന് പ്രസംഗിച്ചു. ഷെയ്ഖുനാ ശംസുൽ ഉലമ മഹാനാസമാണ് കേട്ടോ. ഇനി ആരും അതിൽ പെട്ടുപോകാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. ഞാൻ ഷെയ്ഖുനയോട് ചോദിച്ചു, എന്താണ് ഈ പെട്ടുപോയ ആളുകളെ പിന്തിരിപ്പിക്കാൻ കഴിവില്ലാതെ പറഞ്ഞത്? അത് ഇബ്ലീസ് അതിന്റെ കൂടെ കൂടും. ഒരു കള്ള തരീക്കത്ത് വെച്ചപ്പെട്ടാൽ പിന്നെ ഓന്റെ കൂടെ ഇബ്ലീസ് ഉണ്ടാകും. ഓൻ ഒഴിവാണെന്ന് തോന്നുന്നു. രാത്രി ഈ ഷെയ്ഖ് വരും ഓസുല്ലാമിന്റെ കൂടെ, ഉറക്കത്ത് സ്വപ്നമായിട്ട് വരും. ഓസുല്ലാമിന്റെ കൂടെ വെങ്ങാട്ട ഈ തവള വന്നാൽ പിന്നെ ആരെങ്കിലും തവളേനെ തള്ളിപ്പറയും, പിന്നെ രാജിവെക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ കൂടും. അതുകൊണ്ട് പെട്ടുപോയവനെ പിന്തിരിപ്പിക്കാൻ കുഴപ്പമാണ്. അപ്പോ സ്വപ്നത്തിൽ അങ്ങനെ
എല്ലാ കോഴ്സ് കിട്ടും, കൊല്ലം കിട്ടും. ഇപ്പോൾ ഒരു സ്വപ്നത്തിൽ ഞാൻ ഒരു വ്യാഖ്യാനം കേട്ടു, മൊബൈലിൽ ആരും എന്നെ കേൾപ്പിച്ചു വന്നു. ഒരു ചങ്ങായി പ്രസംഗിക്കാൻ ഒരു വലിയ പണ്ഡിതൻ സലാത്തും ചൊല്ലി കിടന്നിട്ട് രാത്രി ആരോ വന്ന് പറഞ്ഞു, ഇത് റസൂലുള്ളാഹിനെ കണ്ടേ, എനിക്ക് പുറപ്പെടും. കൊട്ടാരത്തിൽ പോയി. അപ്പൊ ഒരു റൂമിൽ ഒരാൾ ഇരിക്കുന്നു. നോക്കുമ്പോ റൂമിൽ ഇരിക്കുകയാണ്. എന്താ പരിപാടി? ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ വന്നാൽ ടിക്കറ്റ് എഴുതി കൊടുക്കാണ്. ടിക്കറ്റ് ഇത് അവർ പ്രസംഗിച്ചതാണ്, കാസറ്റിലുള്ളതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ വ്യാജം പറയാണ്. ലോകം മുഴുവൻ വ്യാജാണല്ലോ. സമസ്ത വ്യാജം ഉണ്ടാക്കി. തുടക്കവും വ്യാജാണ്, ഇവന്റെ ഒടുക്കവും വ്യാജം നിലേക്ക് അള്ളാഹു സഹായിക്കുമാറാവട്ടെ. തുടക്കം വ്യാജം. അപ്പൊ ഇന്നപ്പോ ടിക്കറ്റ് കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ പിന്നെ ബംഗാളിലേക്ക് ടിക്കറ്റ് കൊടുക്കാൻ. അത് കഴിഞ്ഞ് ടിക്കറ്റ് വാങ്ങിയതേ അറിയൂ. പിന്നെ അതിന്റെ അപ്പുറം പോയിട്ടില്ല. അങ്ങനെന്താണ്? ഇബ്ലീസിന് എല്ലാ കോലം കെട്ടാം. ഈ ടിക്കറ്റ് കൊടുക്കുന്ന ആളെ കോലം കെട്ടാൻ വളരെ എളുപ്പമാണ്. അതിന് ഏകദേശം ഒരു സാമ്യത ഉണ്ടല്ലോ, എളുപ്പമാണ്. ആ കോലത്തിന് ഇബ്ലീസ് വരും. പക്ഷേ അപ്പുറത്തെ കോലം കെട്ടാൻ കഴിയില്ല. കാരണം അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷം കെട്ടാൻ ഒരു ഇബ്ലീസിനും കഴിയില്ല. അപ്പൊ എന്തായി? പിന്നെ അവിടുത്തെ ഇബ്ലീസിനെ കാണാനില്ല. മൂപ്പർ രക്ഷപ്പെട്ടു. ബദ്രിൽ ഇബ്ലീസ് ഇറങ്ങിയ മാതിരി എന്ന് നമ്മൾ പറയാറില്ലേ, മലക്കുകളെ കണ്ട് മൂപ്പർ രക്ഷപ്പെട്ടു. അതുപോലെ ആ ചങ്ങായി രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിനൊക്കെ കോലം കണ്ടാൽ വളരെ മോശം, ലക്ഷണം വളരെ മോശം. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഈ പരിശുദ്ധമായ ഈ സമസ്ത കേരള ജമിയത്തുൽ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ പറഞ്ഞ സമയം ഓവറായി പോകും. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുലമയുടെ മുശാവറയിൽ പങ്കെടുത്ത മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ ഉസ്താദുൽ അസാത്തിദ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ എന്നോട് പറഞ്ഞ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, അബദ്ധത്തിൽ പോയാൽ പിന്തിരിപ്പിക്കാൻ പ്രയാസം. ആളുകൾ അങ്ങോട്ട് പെട്ടുപോകാതിരിക്കാൻ ഉലമയും നേതൃത്വം വഹിച്ച മഹത്തായ മഹാനായ നമ്മുടെ സൈനുൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് അങ്ങനെ നൽകും. ലോകത്ത് നവോത്ഥാന നായകനുണ്ടാകും. എന്നാൽ ശൈഖുനയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുജദ്ദിദ് ശൈഖുനയല്ലാതെ മറ്റൊരാവാൻ നിർവാഹമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്ന് സൈനുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ ഭാഗ്യമില്ലാത്ത ഈ നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ മറ്റൊരു ഇബ്നു ഹജർ തങ്ങളാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ എന്ന് നമ്മുടെ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഹാഫിദ് അബ്ദുൽ ഗഫാർ മൗലവി അദ്ദേഹം സമസ്തക്കാരനല്ല, കോട്ടയം ജില്ലയിൽ ജനിച്ചാലാണ്, തിരുവനന്തപുരത്താണ് ജോലി, മുൻ ഒക്സ്ഫോർഡ് ചെയർമാനാണ്. അയാൾ ഹനഫി മദ്ഹബിലെ ഒരു മഹാപണ്ഡിതനാണ്, സുന്നിയാണ്. അയാൾ പറഞ്ഞു, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ നമുക്കൊന്നും തിരിഞ്ഞിട്ടില്ലെന്ന്. ഈ പറയുന്നത് എനിക്കും തിരിഞ്ഞിട്ടാണ് പ്രവാദം, നമുക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഇപ്പറഞ്ഞതിന്റെ കാരണം പറയുന്നത്, ശൈഖുനാ ശംസുൽ ഉലമയെ സൗദി അറേബ്യയിലെ ലോകപ്രസിദ്ധനായ പണ്ഡിത ശ്രേഷ്ഠൻ മഹാനായ ഇബ്നു മാലിക്കി മുഹമ്മദ് അലി ഇബ്നു മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ശൈഖുനാ ശംസുൽ ഉലമയെ കണ്ടപ്പോൾ വിറച്ച് ആ വെടി പിടിച്ചിട്ട് ചുംബിച്ചു. വടിയുടെ നിലത്ത് ഊന്നി വെക്കുന്ന ഭാഗമാണ് ചുംബിച്ചത്, തന്റെ കവിളിനോട് ചേർത്ത് വെച്ചത്. ഒന്ന് ചില ആളുകൾ ചോദിച്ചു, എന്താ അങ്ങനെ ചെയ്തത്? ആ മഹാൻ പറഞ്ഞു, ഈ മനുഷ്യന്റെ കൈ പിടിക്കാൻ എനിക്ക് പേടിയാവുന്നു. ഇത് നമ്മളൊന്നും മനസ്സിലാക്കിയ ആളല്ല. ആ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഈ നൂറ്റാണ്ടിൽ ഇൽമ് നിറക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ച ഒരു പ്രതിഭാശാലിയാണ്, ഒരു മഹാ അത്ഭുതമാണ്. ആ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവരെ കുറിച്ച് ഈ സംഭവം പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഗഫാർ മൗലവി പറയുന്നു, പഴയ കാലത്ത് മഴയില്ലാതെ ഒരു സമൂഹം കഷ്ടപ്പെട്ടപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മഴ കിട്ടിയില്ല. മഴ കിട്ടാത്ത സാഹചര്യത്തിൽ അവിടെ പ്രായം ചെന്ന സ്വാലിഹായ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, റഹ്മാനായ റബ്ബേ, എന്റെ കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമേ റബ്ബേ. വെള്ളമില്ലാതെ കഷ്ടപ്പെടുത്തല്ല റബ്ബേ, കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് മഴ വർഷിപ്പിക്കണമേ. നിമിഷ നേരം കൊണ്ട് മഴ കിട്ടി. ആ മഹാൻ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് വഫാത്തായിപ്പോയ മഹാനായ ഒരു ഒലിയുണ്ടല്ലോ, ആ വലിയനെ നിരന്തരം ഞാൻ സന്ദർശിക്കാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയാൽ ഒരു ദിവസം 2 നേരം എന്റെ കണ്ണുകളുടെ ബർക്കത്ത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആ വഫാത്തായിപ്പോയ വലിയന്റെ ബർക്കത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഒരു യുക്തിവാദ ചോദ്യം, എന്താ ചോദ്യം? അങ്ങനെ കണ്ണിന് ബർക്കത്തുണ്ടാവും മഹാന്മാരെ കണ്ടാൽ? എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അബൂജഹലിന്റെ കണ്ണിനും ബർക്കത്ത് വേണ്ടേ? അത് വളരെ ഫിറ്റായ ചോദ്യമാണ്. പക്ഷെ ആ മനുഷ്യൻ ആ ഉണ്ടോ? അബൂജഹൽ റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിയെ കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. അബൂജഹൽ കണ്ടത്
ഫാത്തിമയുടെ പിതാവ് മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ആമിനയുടെ മകൻ മുഹമ്മദിനെയാണ്. ായിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള മഹാഭാഗ്യമുണ്ടായത് സിദ്ദീഖ് തങ്ങളുടെ കണ്ണിനാണ്, ഫാറൂഖ് തങ്ങളുടെ കണ്ണിനാണ്, ഉസ്മാന്റെ കണ്ണിനാണ്, അലി തങ്ങളുടെ കണ്ണിനാണ്, അതുപോലെ ലക്ഷം സഹാബാക്കൾക്കാണ്. ആ കണ്ണുകൾക്ക് ബർക്കത്തുമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചടിച്ചു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് അബ്ദുൽ ഗഫാർ മൗലവി പറഞ്ഞത് ശംസുൽ ഉലമയെ, യഥാർത്ഥ ശംസുൽ ഉലമയെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. അദൃശ്യലോകത്ത്, അള്ളാഹുവിന്റെ അദൃശ്യലോകത്ത് ഔലിയാക്കന്മാരുടെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പറക്കുന്ന രാജകിളിയാണ് എന്നാണ് അബ്ദുസ്താദിന് നേതൃത്വം വെച്ച കാലഘട്ടത്തിൽ ഒരു കൂട്ടർക്കൊരു വിശ്വാസം ഉണ്ടായി. വിശ്വാസന്റെ പേരിൽ എന്തെങ്കിലും അബദ്ധം ചെയ്തു. ആ അബദ്ധമായിട്ട് മുമ്പോട്ട് അദ്ദേഹം അവരുടെ മീറ്റിംഗിൽ പോയിട്ട് പ്രസംഗിച്ചു, മൊയ്ലാമാർ വേഷമൊക്കെ മാറണം, നിങ്ങൾ തുണി ഊരിയിട്ട് തലേ കെട്ടുമ്പോൾ ആര്യാടെ മുഹമ്മദ് പറഞ്ഞത്, ആര്യാടെ മുഹമ്മദിന് അഭിവാദ്യം നേരുന്നു, ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓപ്പറേഷനിലേക്ക് നീങ്ങേണ്ടതാണ്. ഭക്ഷണത്തിന് വേണ്ടി യതീംഖാനയിലേക്ക് നീങ്ങേണ്ടതാണ്. ഈ പരിപാടി കഴിഞ്ഞ് അടുത്ത സ്വീകരണ ചടങ്ങ് തളിപ്പറമ്പിലാണ്. വണ്ടി മാർക്കറ്റ് റോഡ് വഴി ചുങ്കം വഴിയാണ് കടന്നു പോകുന്നത്. ആ രീതിയിൽ വണ്ടി അറേഞ്ച് ചെയ്തു വെക്കേണ്ടതാണ്. അടുത്തതായി ജാഥ ക്യാപ്റ്റനെ ഹാരം അണിയിക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി ബഹുമാന്യനായ ജാഥ ക്യാപ്റ്റനും സംസ്ഥകൾ ജമിയത്തുൽ-ഉലമായുടെ കേന്ദ്ര മുശാവറയുടെ സെക്രട്ടറിയുമായ ഉസ്താദ് കോട്ടുമല ബാബു മുസ്ലിയാരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണാടിപ്പറമ്പ് റേഞ്ച്, കമ്പിൽ റേഞ്ച്, മയ്യൽ റേഞ്ച്, വളവട്ടം റേഞ്ച്, പാപ്പനിശ്ശേരി റേഞ്ച്, ന്യൂനേരി നൂറുൽ ഇസ്ലാം മദ്രസ SBB, SYS പാപ്പനിശ്ശേരി ഏരിയ പ്രസിഡന്റ്, SYS പുതിയൊരു മണ്ഡലം, SKSS പാപ്പനിശ്ശേരി ടൗൺഷാ കമ്മിറ്റി, അറത്തിൽ SYS, SKSS പാപ്പനിശ്ശേരി വെസ്റ്റ് ശാഖ, പാപ്പനിശ്ശേരി റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ക്ഷേമനികുതി, SKSBB പാപ്പനിശ്ശേരി റേഞ്ച് കമ്മിറ്റി, SKSBB അൻസാർ ഇസ്ലാം മദ്രസ പാപ്പനിശ്ശേരി വെസ്റ്റ്, SKSBB പാപ്പനിശ്ശേരി ഇദാഅത്തുൽ ഇസ്ലാം മദ്രസ, SKSBB പാപ്പനിശ്ശേരി ഇദാഅത്തുൽ ഇസ്ലാം മദ്രസ ഹൈസ്കൂൾ ബ്രാഞ്ച്, SKSBB പാപ്പനിശ്ശേരി ഇദാഅത്തുൽ ഇസ്ലാം കേന്ദ്ര മദ്രസ, SKSS പാപ്പനിശ്ശേരി ജാമിയ സയ്യിദ ഇസ്ലാമിയ അറബിക് കോളേജ് യൂണിറ്റ്, SYS പാപ്പനിശ്ശേരി വെസ്റ്റ് പ്രസിഡന്റ്, SKSBB കല്ലിക്കൽ ശാഖ, SKSBB മാങ്കടവ് ശാഖ, പാപ്പനിശ്ശേരി റേഞ്ച് പരീക്ഷാ ബോർഡ്, ഈ ചടങ്ങിന് പ്രവാസി ലീഗ് പാപ്പനിശ്ശേരി കമ്മിറ്റി പ്രസിഡന്റ് ഭക്ഷണത്തിന്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓപ്പറേറ്റർമാരും ഡ്രൈവർമാരും നേതാക്കന്മാരെ അനുഗമിച്ച ആൾക്കാർ യതീംഖാനയിലേക്ക് നീങ്ങേണ്ടതാണ്. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. വേദിയിലുള്ള മഹാന്മാരായ സാദാത്തുക്കളെ, ആലിമീങ്ങളെ, ഉമറാക്കളെ, ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുത്ത പണ്ഡിതന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, സമസ്തയുടെയും സുന്നത്തുമായത്തിൻ്റെയും കർമ്മധീരരായ പ്രവർത്തകന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 85ാം വാർഷിക സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടത്തപ്പെടുന്ന സമസ്ത സന്ദേശ യാത്രയുടെ സ്വീകരണ ചടങ്ങിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്.
കഴിഞ്ഞ 23-ാം തീയതി തമിഴ്നാടിന്റെ തെക്കൻ ജില്ലയായ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര കേരളത്തിന്റെ എല്ലാ ജില്ലകളും കടന്നു വന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പരിപാടിയായിക്കൊണ്ടാണ് ഈ സന്ദേശയാത്ര ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ സന്ദേശം പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏറ്റവും മഹത്തായ ഒരു വചനത്തിന്റെ ഉത്സാരമാണ്. ഈ സമുദായത്തെ, ഈ ഉമ്മത്തിനെ അല്ലാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ്. ലോകത്ത് ഒരുപാട് ഉമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, പൂർവിക ഉമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾ തന്നെയായിരുന്നു. പക്ഷേ ആ പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾക്ക് അവകാശപ്പെട്ട മഹത്വം ഈ സമുദായത്തിന് അല്ലാഹു നൽകി. അതാണ് ഉമ്മത്തും വസത്ത്. ആ മഹാന്മാരായ ഒരു സമുദായമായിക്കൊണ്ട് ഈ സമുദായം നിൽക്കണം. എന്തിനു വേണ്ടി അല്ലാഹു പറഞ്ഞതാ? എന്തിനു വേണ്ടി? ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ നല്ലവരായാൽ നിങ്ങളെ നന്മയുടെ സാക്ഷികളാക്കാൻ പറ്റും. നിങ്ങൾ നല്ലവരാവണം. അങ്ങനെ നിങ്ങൾ നല്ലവരായാൽ ലോകത്തിന് തന്നെ നന്മയുടെ സാക്ഷികൾ നിങ്ങളായിരിക്കും. അതാണ് സത്യത്തിന്റെ സാക്ഷികൾ. അങ്ങനത്തെ സത്യസാക്ഷികളാവണം നിങ്ങൾ. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഉമ്മത്തം വസത്താക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഉമ്മത്തും വസത്താവണം നമ്മൾ. ഏത് കാലത്തും ഈ നിൽക്കണം. മഹത്തായ ഒരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട സമസ്ത ഈ സമുദായത്തിന് നൽകുന്നത്. ആ സന്ദേശവുമായിട്ടാണ് ഈ സന്ദേശയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരുപാട് പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ ഇവിടെ നിലനിർത്തുന്നത് മഹാന്മാരായ പൂർവികന്മാർ മുഴുവനും കാത്തുസൂക്ഷിച്ചു വന്ന ഒരു ഇസ്ലാമിന്റെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പഠിച്ച ഈ പരിശുദ്ധമായ ദീനിനെ സ്വഹാബത്ത് മുഖേന, താബീകൾ മുഖേന, താബീകൾ മുഖേന കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ മുസ്ലിമീങ്ങൾ മുഴുവനും നിലനിർത്തിപ്പോന്ന ഒരു പാരമ്പര്യം. അതിലെങ്ങനെ നമസ്കരിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, എങ്ങനെ ഖുതുബ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, തറാവീഹിന്റെ റക്അത്ത് എങ്ങനെ എത്ര എണ്ണമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നിൽക്കേണ്ടവരാണ് പഠിപ്പിച്ചിട്ടുണ്ട്, വീടുകളിൽ നടത്തണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹത്തായ ആ ആശയങ്ങളെ മുഴുവനും നിലനിർത്തിപ്പോരുന്ന ഒരു പാരമ്പര്യം, അതാണ് ഈ ഉമ്മത്തും വസത്ത്, അതാണ് ഈ ഉത്തമ സമുദായം എന്ന് പറയുന്നത്. ആ ഒരു സമുദായം എന്നും ഇവിടെ നിലനിൽക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ താല്പര്യം. ആ താല്പര്യത്തിന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് വിഘാതമുണ്ടാക്കുന്ന, അതിന്റെ വിഘടനമുണ്ടാക്കുന്ന, അതിന് ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു ശക്തി എന്തായാലും ഇവിടെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ആർക്കും ഈ ഉമ്മത്തും വസത്തിന് അതൊന്നും സംരക്ഷണത്തിനും ഈ സമുദായത്തിന്റെ സംരക്ഷണത്തിനും അവർ മുന്നോട്ട് വരും. അങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ നിലനിൽക്കും. ഇത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ ഒരു മഹത്തായ പാരമ്പര്യം യഥാർത്ഥത്തിൽ ഇവിടെ കാത്തു സൂക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അതിനുവേണ്ടി തന്നെയാണ് സമസ്ത നിലവിൽ വന്നിട്ടുള്ളത്. ആ മഹത്തായ പ്രസ്ഥാനം, അതിന്റെ 85 വർഷക്കാലത്തെ മഹത്തായ സേവനം ഈ സമുദായത്തിന് നൽകിയ ആ സന്തോഷത്തിന്റെ ആഘോഷമാണ് ഈ 85ാം വാർഷികം ആഘോഷിക്കപ്പെടുന്നത്. ആ മഹത്തായ പാരമ്പര്യത്തെ ഇവിടെ കാത്തു സൂക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെയും ഈ മതകീയ അവസ്ഥയിൽ നിലനിൽക്കുന്നത്. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ മുസ്ലിമീങ്ങളെ? കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുടെ പ്രദേശങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതുപോലുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ പോലും, ഒരു ഇസ്ലാമിക വേഷത്തിൽ അവരെ കാണാൻ പോലും, ഇസ്ലാം പറയാനും അവർ സാധിക്കുന്ന വിധാണ് സർവ്വസ്ഥലങ്ങളിലുമുള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങൾ അൽഹംദുലില്ലാഹ്
ഈ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ, യഥാർത്ഥ വേഷത്തിൽ, യഥാർത്ഥ രീതിയിൽ, യഥാർത്ഥ രൂപത്തിലും തന്നെ അതുകൊണ്ട് മുസ്ലിം കേരളത്തിന്റെ പാരമ്പര്യം ഇന്ന് ഈ കാലത്ത് നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത. ആ സമസ്തയെ ശക്തിപ്പെടുത്തൽ ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനമായൊരു ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിച്ചതുകൊണ്ടാണ് ഇന്ന് വരെ സമസ്ത ശക്തിപ്പെട്ടു പോയത്. സമസ്തയ്ക്ക് എതിരാളികളുണ്ട്. സമസ്തയുടെ കൂടെയുള്ളവർ തന്നെ, സമസ്തയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ സമസ്തയെ എതിർക്കുന്നുണ്ട്. പക്ഷേ ആ എതിർപ്പുകളൊന്നും ഈ സമുദായം ഒരു വിധത്തിലും വില കൽപ്പിച്ചിട്ടില്ല എന്ന വ്യക്തമായ തെളിവാണ് ഈ മഹത്തായ സന്ദേശയാത്രകൾ. ഓരോ സ്ഥലത്തും ഞങ്ങൾ എത്തുമ്പോൾ അവിടെയൊക്കെ ആയിരങ്ങൾ തടിച്ചുകൂടിയ സ്വീകരണ യോഗങ്ങളിലൂടെ നമുക്കൊക്കെ ബോധ്യമാകുന്നത്. അത് തന്നെയാണ് ഇവിടെയും കാണുന്ന ഈ രാവിലെ സമയത്ത് എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഈ പ്രതികൂലമായ സ്ഥിതിയിൽ ഇവിടുത്തെ ഈ ചുട്ടുപഴുത്ത വെയിലത്ത് പോലും ഈ മഹത്തായ സന്ദേശത്തെ, ഈ പ്രസ്ഥാനത്തെ എതിരേൽക്കാൻ നിങ്ങളൊക്കെ സംഘടിച്ചിരിക്കുന്ന, അതാണ് ഇതിന്റെ വ്യക്തമായ തെളിവ്. അതുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സമുദായത്തിന്റെ സംരക്ഷണത്തിന് ഇവിടെ അവസരമൊരുക്കി കൊടുക്കണം. സമസ്തയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും, ആ സമസ്തയുടെ ശക്തി കൂട്ടാൻ വേണ്ടുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നുണ്ടാവണം. അതിന് നിങ്ങളൊക്കെയും എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടു. ഈ വയസ്സുകൾക്ക് നിങ്ങൾ ഒരു മാസം 23 മുതൽ 26 വരെ മലപ്പുറം ജില്ലയിൽ പടുത്തുയർത്തപ്പെടുന്ന നഗരിയിലാണ് സമ്മേളനം നടക്കാൻ പോകുന്നത്. അതിലേക്ക് നിങ്ങളെയൊക്കെ എല്ലാവിധ ബഹുമാനാദരവുകളോടെ ഇത്രയും ആവേശം കാണിച്ച് ഈ സ്വീകരണത്തിന് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾക്ക് സത്യവാന്മാരോടൊപ്പം ജീവിക്കാൻ, സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പുണ്യമായ പ്രസ്ഥാനത്തിന് നിലനിർത്താനുള്ള കഴിവും കരുത്തും അല്ലാഹു നമുക്കൊക്കെയും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ പോകാൻ വരുന്നതും വളമാറും ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടുമല ബാബു മുസ്ലിയാരെ സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വാഹനങ്ങളും അടുത്ത സ്വീകരണ സ്ഥലമായ തളിപ്പറമ്പ് വരെ അനുഗമിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത സ്വീകരണ സ്ഥലമായ തളിപ്പറമ്പ് വരെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വാഹനങ്ങളും ബഹുമാനപ്പെട്ട കോട്ടുമല ബാബു മുസ്ലിയാരെ അനുഗമിച്ചുകൊണ്ട് പോകണം ചെയ്യുന്നു. ഗേറ്റിന് സമീപമുള്ള വലതുഭാഗത്തുള്ള റോഡിലൂടെയാണ് തളിപ്പറമ്പിലേക്ക് പോകുന്നത്. മറ്റെല്ലാ വാഹനങ്ങളും അങ്ങോട്ട് തിരിച്ചു വെച്ച് നേതാക്കളുടെ ഭക്ഷണത്തിന് ശേഷം അങ്ങോട്ട് തിരിക്കേണ്ടതാണ്. ഈ സംഗമം ഇവിടെ സമാപിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.